സാമീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലെ സാജിദിക്കയുടെ സാമീസ് ആണ്. അതിലും ഒരു ബൈക്കിംഗ് ഫീൽഡും ഒക്കെയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു പ്രാക്ടീസ് പോലും കിട്ടിയിട്ടില്ല മര്യാദയ്ക്ക്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോയ സമയത്ത് ഇവൻ വീണു. ഇതൊരു പാൻ ഇന്ത്യൻ സെറ്റപ്പ് ആക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അങ്ങനെയുണ്ട്. അത് എന്താ വെച്ചാൽ ഞങ്ങൾ അതാണ് ഇപ്പൊ ഒരു ട്രാക്ക് വലിയ ഫെസിലിറ്റിയിലേക്ക് പോകാണ്ട് വരണവർക്കും ചെറിയ മുകളിൽ ചെയ്യാൻ പറ്റും. ഞങ്ങളെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകൾ അറിയിച്ചില്ല. അവരുടെ മുമ്പിലൂടെ ഞങ്ങൾ വിൻ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാമത് ഏറ്റവും ഡിഫിക്കൽട്ട് ഏത് ഏജ് ഗ്രൂപ്പ് ആയിരിക്കും? അത് ഡിഫിക്കൽട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവരാ. ഏജ്ഡ് ആയിട്ടുള്ളവരും കുറച്ച് പഠിച്ചിട്ട് വരുന്നവരുണ്ട്. ഇപ്പൊ ബിസിനസ് കുറച്ച് റേസ് ഓടിച്ചിട്ട് വരുന്നു. അങ്ങനെയുള്ളവരൊക്കെ ഇവരെ അൺലേൺ ചെയ്യണം. നമുക്ക് ഇവർ പഠിച്ച കാര്യങ്ങൾ ആദ്യം മൈൻഡിൽ നിന്ന് കളയാന്നുള്ളതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമസ്കാരം, എൻ്റെ പേര് പാർവതി. വെൽക്കം ടു സിറ്റി ടോക്സ്. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന രണ്ട് ഗെസ്റ്റ്സ് ആർ വെരി സ്പെഷ്യൽ. ഓക്കെ, നമ്മുടെ റേസിംഗ് കൾച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ കാര്യമായിട്ട് ഡെവലപ്പായി വരുന്ന ഒരു എറയാണ് ഇപ്പം. അപ്പൊ റേസിംഗ് ഫീൽഡിലെ ഒരു പ്രൊഫഷണൽ റേസറും റാലി റേസറും ഒക്കെ ആയ രണ്ട് ഗസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പീപ്പിൾ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം. ഹലോ, ഹായ്. സാമി ആൻഡ് വരുൺ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ നെയിം സാമി. ടീം സാമി റേസിംഗ് എന്നൊക്കെ എഴുതി ഉള്ളൊരു ടീഷർട്ടാണ്. സോ വാട്ട്സ് ദ സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്? അതായത് ഇപ്പൊ എന്റെ പേര് ശ്രീരാം അയ്യർ എന്നാണ്. ഞാൻ ബ്രാഹ്മിനാണ്. അപ്പൊ എന്നെ എല്ലാവരും സാമി എന്ന് വിളിക്കുക. ഫാമിലി എല്ലാവരും അങ്ങനെ വിളിക്കുക. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ടീം സാമീസ് റേസിംഗ് കൊണ്ട് ഒരു ഹാഷ്ടാഗ് മാത്രമായിരുന്നു ഇൻസ്റ്റയില്. അപ്പൊ വരുണാണ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത്, ശരി എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം, സാമീസ് റേസിംഗ് ടീമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് ഇപ്പൊ ടീമായിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സാമീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലെ സാജിദിക്കയുടെ സാമീസ് ആണ്. അതിലും ഒരു ബൈക്കിംഗ് ഫീൽഡും ഒക്കെയാണ് കാണിക്കുന്നത്. ഇസ് ഇറ്റ് റിലേറ്റഡ് ടു സംതിങ്? അതെ, റേസിംഗ് തന്നെയാണ്. ഞാൻ പ്രൊഫഷണൽ റേസറാണ്. ഇപ്പൊ ഒരു ട്രെയിനിങ് ഫെസിലിറ്റി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10 years ആയിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആളെ ഓർമ്മ വന്നത്. ഓക്കെ, അങ്ങനെ കോൺടാക്ട് ചെയ്യാന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പം കോൺഷ്യസ്ലി ആ ഒരു നെയിം കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. എന്തുണ്ട് വരുണിന്റെ വിശേഷം? ഹൗ ഇസ് റാലി ലൈഫ് ഗോയിങ്? ഇപ്പോൾ ലാസ്റ്റ് ഞാൻ 2023 ഒരു റാലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ വീണ്ടും ടീം സാമീസ് റേസിംഗ് ആയിട്ട് ട്രെയിനിങ് പരിപാടികളായിട്ട് മുന്നോട്ട് വരാണ്. അപ്പൊ പുതിയ ആൾക്കാരെ കൊണ്ടുവരാ ടീമിലേക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഡെവലപ്മെന്റ്, ടീം ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ ഒരു ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗ്രേറ്റ്. എവിടെയാണ് നിങ്ങളിപ്പം ഒരു ട്രെയിനിങ് കോച്ചാണ് ഇപ്പം അല്ലെ? അപ്പൊ ട്രെയിനിങ് സെന്റേഴ്സ് ഒക്കെ എവിടെയാണ് തുടങ്ങിയത്? സ്ഥലം ചാലക്കുടിയാണ്. അതിന്റെ അടുത്ത് തന്നെ കോർമര എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഏരിയയുടെ അടുത്താണ്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ. അത് റെന്റ് ഔട്ട് ചെയ്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഇനി വേറെ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ഇപ്പൊ ഫ്ലാറ്റ് ട്രാക്ക് പോലെയാണ്. ഹിൽ ഡൗൺ ഹിൽ ഒക്കെ ഉണ്ട്. പിന്നെ അത് ഓരോരുത്തർക്ക് അനുസരിച്ച് ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ കൂടുതൽ ട്രാക്കുകൾ ഇനി വരും. അതായത് ഇപ്പൊ ബേസിക് ലെവൽ ഉണ്ട്. ഇപ്പൊ എല്ലാവരും കൂടുതൽ കൺട്രോളിംഗ് പഠിപ്പിക്കാന്നുള്ളതാണ്. റേസിംഗ് മാത്രമല്ല, ഇപ്പൊ ലേഡീസ് ജെന്റ്സ് എല്ലാവരും അഡ്വഞ്ചർ കാറ്റഗറി, ലോങ് റൈഡ്സ് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ പേഴ്സണൽ ട്രെയിനിങ് ഉണ്ട്, ഗ്രൂപ്പ് ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി വേറെ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. ഈ കോഴ്സ് ഫ്ലോ ഉണ്ടാവും, ഷെഡ്യൂൾ ഉണ്ടാവും, ഒരു പാക്കേജ് ത്രൂ ആണ്. ഇത് രജിസ്റ്റർഡ് ടീമാണ്, സ്പോർട്സ് ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസിന്റെ അണ്ടറിൽ. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതുപോലെ സ്പെസിഫിക് ആയിട്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ്, ഈ ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് എന്റെ ഒരു കോൺഫിഡൻസ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്താ വേണ്ടത് അതനുസരിച്ചുള്ള ഡെവലപ്മെന്റ്. കാരണം ഞാൻ 5 years മുതൽ 65 years വരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കോച്ചിങ് സെന്ററിലെ കോച്ചായിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമേ? ഞാൻ കൂടുതൽ ഒരു റേസിംഗ് ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ കൂടുതൽ വരും, അല്ലെങ്കിൽ വരും ഈ റാലി അല്ലെങ്കിൽ ബേസിക് ഓഫ് റോഡിംഗ് ഇന്റർമീഡിയറ്റ് ലെവൽ വരെ വരുന്നതായിരിക്കും. ശരി ശരി. വരുൺ ചെയ്തിരിക്കുന്ന റേസസ് ഒക്കെ എങ്ങനത്തെയാണ്? ഇവൻ ആദ്യമായിട്ട് ട്രെയിൻ ചെയ്ത ആള് ഞാനാണ്. അപ്പം പിന്നെ ഞങ്ങൾ ഒരു മാസത്തിലെ പീരീഡിലാണ് ഒരു റാലി. ഞാൻ ഇപ്പൊ 2017-18 തൊട്ട് ശ്രീരാം അയ്യരുടെ, അതായത് സാമിയുടെ കൂടെ തന്നെ ഉണ്ട്. ഫ്രണ്ടായിട്ടും റേസിംഗ് സപ്പോർട്ടായിട്ടും ഞങ്ങൾ രണ്ടാളാണ് ഏറ്റവും കൂടുതൽ റേസുകൾക്ക് പോയിരുന്നത്. കോമ്പറ്റീഷൻ സമയത്ത് ഒരു പാർട്ടിസിപ്പന്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ ബൂട്ട്സിലായിരിക്കും ഒരുപാട്. അപ്പൊ ആ സമയത്ത് വെള്ളം, അല്ലെങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ഗേറ്റ്, അല്ലെങ്കിൽ എൻട്രി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഇതിനുണ്ട്, ഫോർമാറ്റിലുണ്ട്. അപ്പം ആ സമയത്ത് ഒരു സപ്പോർട്ടായിരുന്നു. അപ്പം കുറെ നാളെ ഞാൻ ഇത് കണ്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഓടിക്കണ്ടേ ഒരു ദിവസം, നമുക്ക് ഓടിക്കണ്ടേ, അപ്പം നീ ഒരെണ്ണം ട്രൈ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ പെട്ടെന്നൊരു നൈറ്റിലാണ്, ഞങ്ങൾ ഫുൾ ഓവർനൈറ്റ് സംസാരിക്കുന്ന ആൾക്കാരാണ്. ഫുൾ കോൺവെർസേഷൻ രാത്രി 2 മണി വരെയാണ് നമ്മൾ നടക്കുക. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടായ ഒരു ഇതിലാണ്, എന്നാ നീ ഓടിക്കും, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം എന്നുള്ളൊരു സംഗതി വരിക. അപ്പൊ അങ്ങനെ ഒരു മാസം കൊണ്ടാണ് കോച്ച് ചെയ്തത്, പോയി ഓടിച്ചത്. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് ഒരു റേസ് ഓടിച്ചിട്ട് ചെറിയ പ്രാക്ടീസ് ഉള്ളൂ. ശരിക്കും പറഞ്ഞ ഒരു പ്രാക്ടീസ് പോലും കിട്ടിയിട്ടില്ല മര്യാദയ്ക്ക്. എന്നുവെച്ചാൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോയ സമയത്ത് ഇവൻ വീണു കഴിഞ്ഞപ്പം ചെറിയ പൊട്ടി. അപ്പൊ പിന്നെ നമുക്കവിടെ പ്രാക്ടീസ് ചെയ്യാൻ ടൈമില്ല, വേഗം ഹോസ്പിറ്റലായി, ബ്രേക്ക് വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ അന്ന് വണ്ടി
പ്രിപ്പയർ ചെയ്ത് കിട്ടിയപ്പം റാലിയുടെ തലേദിവസം രാത്രി 12 മണിക്കാണ് വണ്ടി കിട്ടുന്നത്. അപ്പൊ നമ്മൾ നേരെ ചെന്ന് റാലിയുടെ റെക്ക എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്, അതായത് പ്രാക്ടീസ് സ്റ്റേജ് ഓടിക്കുകയാണ് നമുക്ക് പറ്റിയത് ആകെ ചെന്ന്. അതായത് നമ്മളൊരു 12 മണിക്ക് കോയമ്പത്തൂരായിരുന്നു ആ പ്രോഗ്രാം നടന്നത്. ഒരു 3 മണിയപ്പോൾ അവിടെ എത്തി. അപ്പൊ 3 മണിയപ്പോൾ ചെന്ന് എത്തി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കിടന്നു നോക്കും, നമുക്ക് അറിയില്ല. കിടന്ന ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരാളെ തട്ടി വിളിച്ച് എന്തൊക്കെ എടുക്കണേ പോവാം. 6 മണിക്ക് അവിടെ റെക്ക തുടങ്ങാണ്. അപ്പം അതൊക്കെയാണ് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇപ്പൊ നിങ്ങളൊരു 5 to 65 ഇയേഴ്സ് വരെയുള്ള ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതില് ഏറ്റവും ഡിഫിക്കൽട്ട് ഏത് ഏജ് ഗ്രൂപ്പ് ആയിരിക്കും? അത് ഡിഫിക്കൽട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ളവരാ. ഏജ്ഡ് ആയിട്ടുള്ളവരും കുറച്ച് പഠിച്ചിട്ട് വരുന്നവരുണ്ട്. ഇപ്പൊ ബിസിനസ് കുറച്ച് റൈസ് ഓടിച്ചിട്ട് വരുന്നു. അങ്ങനെയുള്ളവർക്ക് ഇവരെ അൺലേൺ ചെയ്യണം. നമുക്ക് ഇവർ പഠിച്ച കാര്യങ്ങൾ ആദ്യം മൈൻഡിൽ നിന്ന് കളയാന്നുള്ളതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഏജ് കുറച്ച് പ്രശ്നം വരും. ഇപ്പൊ 60+ ആ ഏജ് ആകുമ്പോൾ ഇവർക്ക് മനസ്സിലുണ്ടാവും പണ്ട് ഓടിച്ചു അതൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ബോഡിയിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരെയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ കുട്ടികളെ, ഈ 5 വയസ്സുള്ള കുട്ടികളൊക്കെ എങ്ങനെ പഠിപ്പിക്കും? അതായത് ഇപ്പൊ ഒരു ഓൾറെഡി MRF അങ്ങനെയുള്ള ഇപ്പൊ നമ്മുടെ കേരളത്തിലല്ലാണ്ട് തമിഴ്നാട്, കർണാടക നോക്കിയാൽ ഓൾറെഡി പ്രൊഫഷണൽ ആയിട്ട് അവരുടെ പാരന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള കുട്ടി വണ്ടികളുണ്ട്, 25cc തൊട്ട് അങ്ങോട്ട് വണ്ടികളുണ്ട്, പ്രൊഫഷണൽ വണ്ടികളുണ്ട്. അപ്പൊ അവിടെ നിന്ന് തന്നെ ലേൺ ചെയ്യിക്കുക. ഇവരെ സൈക്കിൾ ഓടുന്ന പോലെ തന്നെയാണ് ഈ വണ്ടി. അപ്പൊ അവര് അതിലേക്ക് കുറച്ചുകൂടി വരുമ്പോൾ ഭയങ്കരമായിട്ട് മെച്ചോർഡ് ഫോക്കസ് കാര്യങ്ങളൊക്കെ മാറും. റേസ് ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് കുറെ ഫിറ്റ്നസ് എല്ലാം നോക്കണം. അപ്പൊ അവിടെ നമുക്ക് ട്രെയിൻ ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു ഇവരെ 18 അങ്ങനെ ആകുമ്പോഴേക്കും ബേസിക് നമ്മൾ നോർമലി നടക്കണ പോലെ സൈക്കിൾ ഓടുന്ന പോലെ അങ്ങനെയാവും. പിന്നെ ഇത് കരിയറാക്കി ബിൽഡ് ചെയ്യാം അങ്ങനെയുള്ളവർ വരും. അതാണ്. അപ്പൊ നിങ്ങൾ തുടങ്ങിയത് എവിടുന്നാണ്? നിങ്ങൾ രണ്ടുപേരുടെയും റേസിംഗ് കരിയർ എവിടുന്നാണ്? ഞാൻ തുടങ്ങുന്നത്, ഞാൻ സ്റ്റണ്ട് റൈഡിംഗ് ആയിരുന്നു, പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിരുന്നു. വേറെ ടീമിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് എന്നെ ഒരാൾ കൊണ്ടുവന്നതാ. ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരു വണ്ടി സർവീസ് ഒരാളുണ്ടായിരുന്നു. ആളുടെ മക്കളാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്, ചാലക്കുടിയുള്ളവർ തന്നെ. പിന്നെ ഞാൻ ഇതിൽ പ്രൊഫഷണലി മാറി. എനിക്ക് വേണ്ടി വേറെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ട്രെയിനർ ഉണ്ടായിരുന്നു, മെക്കാനിക്, അങ്ങനെ പ്രൊഫഷണലി ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറി, കാരണം കേരളത്തിൽ നമുക്ക് ആ ടൈമിൽ ഇത്രയും കൂടി ഒരു എക്സ്പോഷർ ഇല്ല. പിന്നെ ഇവിടുന്ന് മാറി, ഇപ്പോഴും അത് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ബേസിക് അവിടെ നിന്ന് മാറി അങ്ങനെ പോയി. പിന്നെ ഞാൻ തന്നെ കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണ് ചെയ്തിരുന്നത്. പ്രൈവറ്റ് ആയിട്ട് വരുമ്പോ എക്സ്പെൻസീവ് ആണ്, പക്ഷെ അങ്ങനെ ചെയ്തു പോയി. വരുന്ന പിന്നെ ഞാൻ തന്നെയാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് 23-ലാണ്. അതിന് മുമ്പ് എന്റെ കൂടെ സപ്പോർട്ടിങ് വന്നിരുന്ന ആളാണ്. ശ്രീറാം എത്ര നാളായി ഇപ്പം റേസിംഗ് കരിയർ? ഞാൻ 10 years ആയി. അപ്പം ഹൗ ഡിഡ് യു തിങ്ക് അബൌട്ട്? അതായത് ഇതിനു മുമ്പ് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ ഇല്ലാത്ത കാരണം ആരും എനിക്ക് റേസർ ആവണം എന്നുള്ള ഒരു ഡ്രീമും കൊണ്ട് ആരും നടന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ where did it start for you? അല്ല, ഇത് ഇപ്പൊ ബാക്കിയുള്ളവർ തന്നെ പറയുന്ന ടൈമിൽ എനിക്കറിയാം ഇത് അങ്ങനെ വരില്ല, നാച്ചുറലി ഒരു തന്നാ. പക്ഷെ എനിക്ക് ഓൾറെഡി ഞാൻ ഈ 2015 ടൈമിൽ 16 ആ ടൈം കോളേജ് കഴിഞ്ഞ് അങ്ങനെ തുടങ്ങണേ. ആ ടൈമിൽ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞത് 2 years എനിക്ക് വേണം, എനിക്കിങ്ങനെ ട്രെയിനിങ് എടുക്കണം, മെക്കാനിക് ഇങ്ങനെ വേണം. ഈ ടൈമിൽ എനിക്ക് അത്ര കറക്റ്റ് ക്ലാരിഫൈ ആയിരുന്നു, ഞാനത് ചെയ്തിരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഫ്രണ്ട്സിന്റെ വീട്ടിൽ സപ്പോർട്ട് ഇല്ല. ഇപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഇത് പറഞ്ഞത്. അത് ആർക്കും ഒരു എക്സ്പോഷർ ഇല്ല. എക്സ്പോഷർ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇതിന് താല്പര്യമില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല എന്നാണ് എല്ലാവരുടെ പാരന്റ്സ്. അല്ല, ഈ ഫീൽഡിൽ നിന്നല്ല, എല്ലാ ഫീൽഡും അങ്ങനെ പറയുന്നു. അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് കറക്റ്റ് ആവും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് വരണത്. എനിക്കത് കറക്റ്റ് ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറെ ബാക്ക് ഡ്രോപ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നോണ്ടാണ് കുറെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കന്ന് അറിയില്ല, നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് മാറി പോകാൻ പറ്റില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എങ്ങനെയാ വരണ്ടേന്നുള്ളത്. അപ്പം ഈ ക്ലാരിറ്റി ഉണ്ടായിരുന്നു പറയുമ്പോഴും where did you get inspired to become a biker or a racer? അത് എല്ലാവർക്കും ഈ ഫീൽഡിലുള്ള ഒരു ജിനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേസ് ഓടിക്കുന്ന ആളുണ്ട്. പിന്നെ ഫോറിൻ റൈഡേഴ്സ് കുറെ ജെയിംസ് സ്റ്റോട്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ കണ്ടു വളർന്നു. അതെ അതെ അതെ. പിന്നെ തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ റേസിംഗിന്റെ മെയിൻ ഏരിയയാണ് തൃശ്ശൂർ, എറണാകുളം. അപ്പൊ അങ്ങനെ. അപ്പൊ ഈ കുട്ടിക്കാലത്തൊക്കെ എന്നോടൊക്കെ ചോദിച്ചാൽ ഞാൻ ഡോക്ടർ ആവുന്ന ഞാൻ പറയത്തില്ലായിരുന്നു, അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇല്ല, എനിക്ക് അന്നും വണ്ടികളോട് താല്പര്യം. കാരണം വീട്ടില് അങ്ങനെ വണ്ടി കുറച്ച് താല്പര്യമുള്ളവരായിരുന്നു എല്ലാവരും. വണ്ടി കളക്ഷൻ കുറെ വണ്ടി വാങ്ങുന്നത് അന്നേ ഉണ്ട് പണ്ട് തന്നെ. അപ്പൊ എനിക്ക് ഓൾറെഡി ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഫസ്റ്റ് വണ്ടി ഏതായിരുന്നു? ഞാൻ ഫസ്റ്റ് ആയിട്ട് വാങ്ങുന്നത് സുസുക്കി ഫിയറോ. ആ വണ്ടി ഇപ്പൊ എന്റെ വീടിന്റെ അകത്തുണ്ട്, ട്രോഫികളൊക്കെ വെച്ചിട്ടുണ്ട്, ഹോൾഡ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ ബെഡ്റൂമിൽ ഒരു വണ്ടി ഉണ്ട്, അതൊക്കെ ഫുൾ റീസ്റ്റോർ ചെയ്തിട്ട് അത് ഞാൻ തന്നെ റീസ്റ്റോർ ചെയ്തേ. ഞാൻ പിടിച്ച വണ്ടി. അപ്പൊ ഇങ്ങനെ 2 വണ്ടി അവിടെ തന്നെ ഉണ്ട്. കളക്ഷൻസ് ഉണ്ടായിരുന്നു പറയാം, അതൊക്കെ ഇപ്പൊ ഇല്ല. വരുണിന്റെ ഫസ്റ്റ് വണ്ടി ഏതായിരുന്നു? എന്റെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ബേസിക് ആയിട്ട് റേസിംഗിലേക്ക് പറഞ്ഞ എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള വണ്ടി എന്നത് യമഹയാണ്. എന്റെ വീട്ടിൽ എന്റെ ബ്രദറിന് RX ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ട് സ്കൂളിൽ പോയിരുന്ന അതേ വണ്ടി തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അച്ഛന്റെ പേരിലായിരുന്നു വണ്ടി, അച്ഛനില്ല. അപ്പൊ ഏകദേശം ആ വണ്ടി ഒരു 10-30 വർഷത്തോളായിട്ട് നമ്മുടെ വീട്ടിലുള്ള വണ്ടിയാണ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ് എ ബൈക്ക് അല്ലെങ്കിൽ ആസ് എ റേസർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഏത് ഫാക്ടറിനാണ്?
അതായത് ഇത് മെയിൻ ആയിട്ട് പറഞ്ഞത് നമുക്ക് വർക്കൗട്ട് കാര്യങ്ങളാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ നോൺ വെജ് കഴിക്കില്ല, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് വെച്ചാൽ ഓൾറെഡി എനിക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട് എങ്ങനെ ഓടിക്കുക കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു ലെവൽ വിട്ട് പുഷ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് ഇഷ്യൂസ് വരും. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള മണി തന്നെയാണ് ഫാക്ടർ. പക്ഷെ അതിനേക്കാൾ ഉപരി നമുക്ക് വരുന്നത് ബാക്കപ്പ് ആണ്. എപ്പോഴും നമ്മൾ ഇത് ഒറ്റയ്ക്ക് പോകും. കാരണം നമുക്ക് താല്പര്യമില്ലാത്തവർ സംസാരിക്കുമ്പോൾ പാരന്റ്സ് ആരായാലും സപ്പോർട്ടിന് വരില്ല. തുടക്കം അവർ തന്നെ ഓക്കെ പൈസ കയറുന്നതൊക്കെ ഉണ്ടായിരുന്നു, എന്നിരുന്നാലും ഒരു ലെവൽ വിട്ട് ഇവര് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ഇതിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് പോവാം, നമ്മളൊരു ടൈം വരുമ്പോൾ സ്റ്റക്ക് ആവും. അപ്പൊ നമുക്ക് മെന്റലി ഫിസിക്കലി എല്ലാം നമുക്ക് സപ്പോർട്ട് വേണ്ടി വരും. കാരണം ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു ബിഗിനേഴ്സ് വരെ ഞാൻ ഫസ്റ്റ് അടിച്ചു, അടുത്ത ലെവലിലേക്ക് എങ്ങനെ പോവാം, അത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്ത നമുക്കിത് അറിയില്ല, നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് എനിക്ക് ഈ ട്രെയിനിങ്ങിലേക്ക് ഒരാൾ വരുമ്പോൾ അവരെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ബെസ്റ്റ് മെമ്മറി എന്തായിരിക്കും? ഇപ്പൊ വരുണ്ടെ പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് മെമ്മറി എന്തായിരിക്കും കരിയറിലെ, റേസിംഗ് കരിയറിൽ 2019 V12 എന്നിട്ട് റേസ് ഉണ്ട്, കാക്കൂർ കാളവയൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റേസാണ് നടത്തണേ. അവിടെ മുമ്പ് കാളവയലില് പരിപാടി നടന്നിരുന്നതിന്റെ മെമ്മറി ആയിട്ട് അന്ന് ഇപ്പൊ അവിടെ റേസിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ബൈക്കും കാറുണ്ട്. അപ്പൊ ആ വർഷം ഞങ്ങൾ 2 ആളുള്ളൂ. ബാക്കി ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-4 പേരടങ്ങുന്ന ഒരു ടീമാണ്. ഞങ്ങൾ ഈ പറഞ്ഞ ടീം മാനേജർ, റേസ് മാനേജർ, ഫുഡ് എല്ലാം ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്. അപ്പം അന്ന് ഫസ്റ്റ് അടിച്ചിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ റേസ് ഞങ്ങൾ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആളുകൾ ആ റേസിന്റെ അവരുടെ മുമ്പിലൂടെ ഞങ്ങൾ വിൻ ചെയ്തിട്ട് ഞങ്ങൾ 2 ആളും കൂടി ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊരു മൂവ്മെന്റ് ഉണ്ട്. അത് എന്തൊക്കെ ചെയ്താലും ആ ഒരു മൂവ്മെന്റ് ഒരിക്കലും ലൈഫിൽ പോകില്ല. അതാണ് ഓർമ്മ. എനിക്ക് എന്റെ ഗൂഗിൾസ് കൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മ എന്റെ അടുത്തുള്ളൂ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കാരണം പുറത്തുനിന്ന് എനിക്ക് ഇതൊന്നും കാണില്ല. ഇത് കറക്റ്റ് ഇത്ര വ്യൂ തന്നെയുള്ളൂ. അത് ഒരു വ്യൂ എനിക്ക് ഇപ്പോഴും ഇവന് കറക്റ്റ് കിട്ടും. എനിക്ക് ആ വന്ന് ആ വരുന്ന വ്യൂ തന്നെ ഇപ്പൊ വീഡിയോ ക്യാമറയിൽ കാണുന്ന പോലത്തെ ഒരു വ്യൂ അത്ര. അപ്പം ഇഞ്ചുറീസ് ഏറ്റവും വലുതുണ്ടായത് ഏതായിരിക്കും? അതായത് ഫസ്റ്റ് പറഞ്ഞ ഇഞ്ചുറി ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ റോഡിൽ പറഞ്ഞ പോലെ അല്ലേ, അപ്പൊ ആൾക്കാർ ഇതിനു വേണ്ടി വരുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും നമ്മുടേതല്ലെങ്കിൽ മിസ്റ്റേക്കിൽ പറ്റും. ഇപ്പൊ എനിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് ലേറ്റസ്റ്റ് 24 ഡിസംബറിൽ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു ജമ്പില് വണ്ടി മിസ്ഫയർ ചെയ്തു. അതിൽ വീണിട്ട് എന്റെ സ്പൈനൽ ഫ്രാക്ചർ വന്നു. അതെനിക്ക് അറിഞ്ഞില്ല. സ്പൈനൽ ഫ്രാക്ചർ ഉണ്ട്, C5C കഴുത്തിലുണ്ടായിരുന്നു, ലോവർ ബാക്ക്, റിസ്റ്റ് വന്നു, കാലിന്റെ ആംഗിൾ ഉണ്ടായി. ഞാൻ ട്രാക്കിൽ കുറച്ച് നേരം കിടന്നു, എണീക്കാൻ പറ്റില്ല. അപ്പൊ ഈ വരണവരെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ എടുക്കും ഹെൽമെറ്റ് അടിക്കാൻ. ഞാൻ തൊടണ്ട, എനിക്ക് വേറെ പ്രശ്നമില്ല, എണീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എണീറ്റിട്ട് നേരെ നടക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് കുഞ്ഞിങ്ങനെ നടന്നു പോയി. അപ്പൊ ആ ഒരു അഡ്രിനാലിൻ ഉണ്ട്, പക്ഷെ നമുക്ക് കൊണ്ടുപിടിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ പിന്നെയും ഞാൻ ഓടിച്ചിട്ട് ഇന്ത്യയിലെ ലെങ്തിയസ്റ്റ് ഓൾ ഷോട്ട് കാറ്റഗറി ഒരു കാറ്റഗറി ഞാൻ വിൻ ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പറ്റി. പക്ഷെ അത് എനിക്ക് അപ്പോൾ ഇത്രയും പ്രശ്നം പറ്റിയെന്ന് അറിയില്ല. ഞാൻ അവനെ വിളിച്ച് പറയേണ്ട ഓടിക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇഞ്ചറി വെച്ചിട്ട് തന്നെ അതായത് കണക്ട് ചെയ്ത് പറയാ, അത് വെച്ചിട്ട് തന്നെ റോയൽ എൻഫീൽഡിൽ സ്ലൈഡ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് റീജിയണലിസ്റ്റിൽ പോയി ഞാൻ വിൻ ചെയ്തു. അത് ഫൈനലിലേക്ക് എത്തിയ ഒരു മലയാളി ഞാനായിരുന്നു. അത് പോയി ഫൈനൽസിലേക്ക് എത്താൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്തപ്പോഴാണ് ഈ ഇഷ്യൂസ് വേറെ ആൾ കണ്ടുപിടിച്ചത്. അപ്പോഴാണ് ഡോക്ടേഴ്സ് വെച്ചത് എങ്ങനെ ഇത് വെച്ച് ഓടിച്ചെന്നാ ചോദിച്ചത്. എനിക്ക് ഓടിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയും ജയിക്കണം, ഇതിന്റെ അടുത്ത ലെവലിലേക്ക് പോകണം. അപ്പൊ അത് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഇപ്പൊ വർക്കൗട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടുവരും. അതാണ് ഏറ്റവും വലിയ ഇഞ്ചറി. സോ ഇത്രയും കഥകളൊക്കെ പറയുമ്പോഴും ഇതിലെല്ലാത്തിലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. ഹൗ ഡിഡ് യുവർ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട്? അതായത് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പാരന്റ്സ് അങ്ങനെ ഉള്ള കണക്ഷനാ. അതെ 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 കുറെ വർഷങ്ങളായിട്ട്. കാരണം ആളുടെ റിലേറ്റീവും എന്റെ അച്ഛനും അവർ ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യണേ. പിന്നെ ഞങ്ങള് കണക്ഷൻ പറഞ്ഞത് 2018 ഫ്ലഡ് വന്നല്ലോ. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട താമസിച്ചത്, ചാലക്കുടിയിൽ ഞങ്ങൾ വീട് മുങ്ങിയപ്പോ. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ആളെ അവിടെ കണക്ഷൻ വന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ റേസിൽ ഒരുമിച്ച് പോയി തുടങ്ങി. അപ്പൊ ഇവന് ഓൾറെഡി എന്നെ സ്റ്റണ്ട് ചെയ്യുന്ന ടൈമിൽ പണ്ടേ കണ്ടിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ചെറിയൊരു പരിചയമുള്ളൂ, പക്ഷെ പിന്നെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച്, കാരണം ഇതിന്റെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇതിനാവും. പക്ഷെ എന്താ ഞാൻ അത്രയും പ്രൊഫഷണൽ അല്ല, എനിക്ക് ആ ഒരു ചെറിയൊരു പോയിന്റ് മാറിയാൽ എനിക്ക് പറ്റില്ല. അപ്പൊ പെർഫെക്ഷനിസം ഭയങ്കര കൂടുതലാണ്. അപ്പം അത് ആര് പറഞ്ഞ കാര്യമായാലും ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വെച്ചുകൊടുത്ത് അത് അവിടെ തന്നെ വേണം, അത് ഭയങ്കര നിർബന്ധമുള്ള ആളാണ്. അപ്പൊ എന്തായാലും അപ്പൊ അത് റേസിംഗിന്റെ കാര്യത്തിലാവുമ്പം മൈന്യൂട്ട് ലെവലിൽ ഒരു സ്ക്രൂ ടൈറ്റ് അല്ല, ലൂസാണ്, അതൊക്കെ റേസിംഗ് അങ്ങനെയാണല്ലോ. ഒരു 0.1 മില്ലി സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ പോയി. ഇപ്പോ നേരത്തെ നിങ്ങൾ ഒരു മെമ്മറി ചോദിച്ചു, എനിക്ക് റാലിയിൽ ഇതേ മെമ്മറി ഉണ്ട്. 2017 ഫസ്റ്റ് റാലി ഓടിക്കണം ഈ സുസുക്കി ഫിയറോ ബൈക്ക് വെച്ചിട്ട്. അതിലെന്റെ കാലം ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന് മുമ്പ് വേറെ പറ്റിയതാ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് ഓടിക്കുന്ന ടൈമിൽ ഒരു ജമ്പ് അടിച്ചു. ജമ്പ് അടിച്ച് കഴിഞ്ഞ് കാലിൽ വന്ന വേദന എന്ന് പറഞ്ഞാൽ ഞാൻ കരയാണ് ഓടിക്കുന്ന ടൈമിൽ. പക്ഷെ നിർത്താൻ പറ്റില്ല, കാരണം റാലിയില് ഓരോ സെക്കൻഡ് മില്ലി സെക്കൻഡ് ഇയർലി എൻട്രി ലേറ്റ് എൻട്രി കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ഓടിക്കുന്നത്. അപ്പൊ ആ ഒരു സെക്കൻഡ് വിലപ്പെട്ടതാ. അതുകൊണ്ടാണ് ഒരു
അപ്പം ഈ ബാംഗ്ലൂർ ഡേയ്സിലെ ആ ഒരു സംഭവം കണ്ടപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തേ? ലൈക്ക് വെൻ നമ്മുടെ മലയാളം മൂവീസിൽ അങ്ങനത്തെ റേസിംഗ് സാധനങ്ങളൊന്നും മൂവീസിൽ കൊണ്ടുവന്ന ഒരുപാട് മൂവീസ് ഒന്നും ഇല്ല. അപ്പൊ ഒരു മൂവിയിൽ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഫീൽ വരില്ലേ? പിന്നെ അത് അങ്ങനത്തെ ഒരു മൂവി ഇതേപോലെ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തന്നെയാണ്. അപ്പൊ അതിൽ അന്ന് ആളെ ഇങ്ങനെ സാമിന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇന്ന് കണ്ട വഴിക്ക് സജ്ജിക്കാൻ കണ്ട വഴിക്കാൻ പറഞ്ഞതാ. 11-12 കൊല്ലം കഴിഞ്ഞിട്ട് അതിൽ ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. അത് ഈ സാമിസ് റേസിംഗ് തുടങ്ങിയപ്പോഴാണ്. അതുപോലെ കുറെ കാര്യങ്ങൾ എനിക്ക് ടീം തുടങ്ങിയപ്പോ മുമ്പ് ശ്രീരാമ ടീം ഉണ്ടായിരുന്നോ? അന്ന് ടീമില്ല. അന്ന് ഞാൻ റേസിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇത് കാണുന്നുണ്ട്. അപ്പൊ അന്ന് ഇതിൽ കുറെ ആൾക്കാർ നമ്മൾ പരിചയം ഉണ്ട്, മീൻസ് ആൾക്കാരെ അറിയാം, റൈഡേഴ്സിനെ അറിയാം. പക്ഷെ ഇത് തുടങ്ങിയ പിന്നെയാണ് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ കണക്ഷൻ വന്നത്. വരുൺ അപ്പം വീട്ടില് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു? ബിക്കോസ് മേ ബി ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ചിലപ്പം. എന്റെ വീട്ടില് നല്ല ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഓടിക്കാൻ പോണു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവന്റെ റിലേറ്റീവ്സ് ഉണ്ട്, അവര് പോയിട്ട് എന്റെ വീട്ടിൽ പറയും അവനെ കൊണ്ട് ഓടിപ്പിക്കാൻ പോവാണ്, സൂക്ഷിക്കണം, കൂടെ അവന്റെ നടപ്പ്. അപ്പൊ നോക്കി റേസിംഗ് ആണ്, അറിയാലോ, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. അതായത് സംഭവം വെച്ചപ്പോ എല്ലാ റിലേറ്റീവ്സ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അവര് സൈക്കിൾ സ്പീഡിൽ ചവിട്ടിയാലും പറയണത് അവനെ പോലെ അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു അഭിമാനം മൊമെന്റ് അല്ലേ സത്യം പറഞ്ഞ? അത് വീട്ടുകാർക്ക് അത് അത്ര, നമുക്കത് അങ്ങനെ പറയണ കേൾക്കുമ്പോ അത്ര ചിലപ്പോ. ശരി, അപ്പൊ ഇപ്പൊ ഒരു യു ഹാവ് എ ടീം, യു ഹാവ് എ കോച്ചിങ് സെന്റർ വേർ യു ഗൈസ് ലീഡ് ഇറ്റ്. അപ്പം കേരളത്തില് എന്ത് ബെറ്റർ ഡെവലപ്മെന്റ് ആണ് ഈ റേസിംഗ് ഫീൽഡിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നത്? റേസിംഗ് ഫീൽഡ് എന്നല്ല മെയിൻ ആയിട്ട്, റേസിംഗ് ഫീൽഡ് ഇപ്പോൾ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ടീമുകൾ വന്നിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ISR എന്ന് പറഞ്ഞ വലിയ ഇവന്റ്സ് ഒക്കെ വന്നു, സൽമാൻ ഖാൻ ഒക്കെ വന്നിട്ട്. ഇത് മെയിൻ ആയിട്ട് ഞങ്ങൾ റേസിംഗിൽ ട്രെയിനിങ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ അടുത്തൊരു ചാനലില് ഇന്റർവ്യൂ ഒക്കെ വന്നു ഈ ആക്സിഡൻസിനൊക്കെ പറ്റിയിട്ട്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ബൈക്ക്. ഇത് ഇപ്പോഴത്തെ ബൈക്കിൽ നിന്ന് പറഞ്ഞാൽ ഫുൾ ആക്സിലേഷൻ കൊടുത്താൽ വണ്ടി ആ പവറിൽ പോയി. ഇത് എങ്ങനെ നിർത്താം, ഈ പാനിക് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ എഞ്ചിൻ ബ്രേക്കിംഗ് എങ്ങനെ ചെയ്യും, ഇതൊക്കെ നമ്മുടെ മസിൽ മെമ്മറിയിൽ മൈൻഡിലും കയറണം. അതാണ് ട്രെയിനിങ്ങിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഇത്രയും കാലം പരിചയമുള്ളത് തന്നെ ഞാൻ എന്താ പറയാ ഒരു റോഡിൽ ആക്സിഡന്റിൽ ഞാൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അതെന്റെ മസിൽ മെമ്മറിയിൽ തന്നെ ഓട്ടോമാറ്റിക് വർക്ക് ആയതാ. അത് ഞാൻ അല്ലാണ്ട് ഇത് ഞാൻ വീഡിയോ കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ടൈമില് നിങ്ങൾക്കുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പേടി, ഇത് വെറുതെ ഞാൻ ഒരു ഓഫ് റോഡ് ട്രെയിനിങ് ട്രാക്കിൽ അതിൽ കൂടെ ഓടിച്ചോളാനല്ല പറയണേ. നിങ്ങൾക്ക് ഒരു ഡ്രില്ല് പറയുന്നത് പേടി ഉണ്ടാവും. ഇതിനെങ്ങനെ മാറ്റാം? ഈ പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാക്കിന്റെ പേടിയാവാം, അല്ലെങ്കിൽ ആക്സിലേഷൻ കൊടുക്കാനുള്ള പേടിയാവും, അല്ലെങ്കിൽ വീട്ടിലത്തെ പല കാര്യങ്ങൾ ആലോചിച്ചിട്ട് പേടിയാവും. അങ്ങനെയൊക്കെ വരാം ഈ റേസിൽ. അപ്പൊ അതിനെങ്ങനെ മാറ്റി ഡ്രില്ല് ചെയ്യാം? ഈ ഒരു ഡ്രില്ല് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ഡ്രില്ല് തെറ്റി, ആ ഡ്രില്ലിലേക്ക് വരാൻ വേറെ ഡ്രില്ല് എന്ത് ചെയ്യണം? അങ്ങനെ കൺട്രോളിംഗ് പഠിപ്പിക്കലാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിന്റെ കൂടുതൽ റേസിംഗ് കാര്യങ്ങൾ ചെയ്യും. ശരി, ഇതൊരു പാൻ ഇന്ത്യൻ സെറ്റപ്പ് ആക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അങ്ങനെയുണ്ട്. അത് എന്താ വെച്ചാൽ ഞങ്ങൾ അതാണ് ഇപ്പൊ ഒരു ട്രാക്ക് വലിയ ഫെസിലിറ്റിയിലേക്ക് പോകാണ്ട് വരണവർക്കും ചെറിയ മോഡലിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ട്രെയിനിങ് കൊടുക്കും. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്, അവര് എൻക്വയറി വന്നിട്ടുണ്ട്. പിന്നെ ഈ തിരുവനന്തപുരം ഭാഗത്ത്, തമിഴ്നാട്ടിൽ ഓൾറെഡി ഞാൻ എല്ലാ റേസ് അങ്ങനെ ആൾക്കാർക്ക് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, കർണാടക, തമിഴ്നാട് എല്ലായിടത്തും. അപ്പൊ അവര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ പോയി ചെയ്ത് കൊടുക്കുക, ടീം വരും. അപ്പൊ ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയി ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് എനിക്ക് താല്പര്യം. നമ്മുടെ ഒരു ടീം ഇത് അങ്ങനെ പോകണം, അല്ലാണ്ട് നമ്മുടെ ഇവിടേക്ക് എല്ലാവരും വരണമെന്നില്ല. നിങ്ങൾക്ക് ടീം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. അതിൽ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്ത് വരികയാണ്, ഒരു 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ ട്രെയിനിങ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ എക്സ്പെൻസ് കൂടുതലാണ്, കാര്യങ്ങളാണ്. അതേ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പൈസ അല്ല, നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ്. ഇതിൽ ഭക്ഷണം കഴിക്കണ പോലെയല്ലോ. നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ ഇപ്പൊ 2 ക്ലാസ് എടുത്തു, അടുത്ത പ്രാവശ്യം നിങ്ങൾ എത്ര നാൾ കഴിഞ്ഞ് ട്രെയിൻ ചെയ്താൽ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പൊ കൂടുതൽ പ്ലാൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു സ്പോർട്സ് ഐറ്റം ആണ്, റൈറ്റ്? പക്ഷെ നമ്മുടെ സ്കൂളുകളിലൊന്നും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ഈ ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ അങ്ങനെയൊന്നും പറയുന്ന സാധനങ്ങളായി അതിനൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു അപ്രിസിയേഷനോ അക്നോളജ്മെന്റോ ഈ റേസിംഗ് കരിയറിൽ കിട്ടുന്നില്ല. So don't you dream for schools to have this? അത് പണ്ട് ഇതുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇത് റിച്ച്മെൻ സ്പോട്ടാ. എന്നും ഇത് റിച്ച്മെൻ സ്പോട്ട് തന്നെയാണ്. കാരണം എളുപ്പത്തിൽ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു എഞ്ചിൻ സെറ്റപ്പ് ചെയ്തു 1 lakh കൊടുത്തിട്ട്. ഈ എഞ്ചിൻ പൊട്ടിയത് ഒരു സെക്കൻഡില. അപ്പൊ ഈ 1 lakh അവിടെ പോയി. അത് പക്ഷെ ഇപ്പൊ പറഞ്ഞവർക്ക് സ്റ്റോക്ക് ബൈക്ക് എടുത്തിട്ട് വരണ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ളവരുടെ മൈൻഡ് സെറ്റ് ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. അതാണ് ഈ സ്കൂളുകളിൽ ഇപ്പൊ പഠിപ്പിക്കേണ്ട രീതി 100 വർഷം മുമ്പ് ഇങ്ങനെ തന്നെയാന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് ഇത് വരണമെങ്കിൽ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ കോളേജുകളിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ഷോ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ ഏജ് പ്രശ്നമല്ലല്ലോ. അപ്പൊ ആർക്കും ട്രാക്കിൽ വരാം. ട്രാക്കിൽ ഒരു ഇഷ്യൂ ഇല്ല. ഞങ്ങൾ ഇൻഡെമിനിറ്റി ഒക്കെ സൈൻ ചെയ്തിട്ട് അങ്ങനെ പാരന്റ്സ് ത്രൂ ആണ് ചെയ്തു പോണത്. അപ്പൊ അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ സ്കൂളിലേക്ക് വരണം എന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അവിടെ നമ്മൾ അവയർനെസ് കൊടുക്കണല്ലോ, അപ്പോഴാണ് അവർ വരുള്ളൂ. So you do have bigger plans with your team. Okay. So wish you all the very best with your career. ഇനിയും നിങ്ങൾ വഴി കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ റേസിംഗ് കരിയേഴ്സും ഒക്കെ പോപ്പുലർ ആവട്ടെ. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.